ഞാൻ യൂട്യൂബിൽ ചുമ്മാ വീഡിയോ ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ ഹരീഷ് കണാരനും അതേപോലെ തന്നെ ബാദുഷയായിട്ടുള്ള ഒരു ക്യാഷിന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ന്യൂസിൽ കാണുന്നത്. കുറെ യൂട്യൂബ് ചാനലിലൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയതാണ്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയാം ഹരീഷ് കണാരൻ എന്ന ആള് ജാലിയൻ കണാരൻ എന്നൊരു കോമഡി പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും മുമ്പിലെത്തുകയും യൂട്യൂബിലാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പാണ് ഒരു കോമഡി സ്കിറ്റിലൂടെ ആള് ഭയങ്കര ഫേമസ് ആവുകയും പിന്നീട് ആളുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കുത്തനെ ഒരു ഗ്രാഫായിരുന്നു. ഒരു പീക്ക് ലെവലിലായിരുന്നു ആളൊരു കൊറോണയ്ക്ക് മുമ്പ് വരെ ശരിക്ക് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ തന്നെ 5-6 10ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആള്. അതേപോലെ തന്നെ നല്ലൊരു പേയ്മെന്റ് തന്നെയാണ് ആള് ഓരോ ഫിലിമിനും വാങ്ങിക്കൊണ്ടിരുന്നത്. ആളുടെ പീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു സെലിബ്രിറ്റി ആണെങ്കിലും ആളുടെ ഒരു പീക്ക് ടൈമിൽ എല്ലാവരുടെയും പീക്ക് ടൈമിൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നത്. ആളുടെ ഒരു അതായത് യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ആള് മൊത്തത്തിൽ ഒരു തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. കൊറോണയ്ക്ക് ശേഷം പുള്ളിക്കാരൻ അധികം പടങ്ങളോ അല്ലെങ്കിൽ അധികം റോളുകളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കോമഡി ഷോകളും അങ്ങനെയൊക്കെ ചില കോമഡി ഷോകളും പ്രോഗ്രാംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പടങ്ങളിലൊന്നും അധികം കണ്ടിട്ടില്ല. അപ്പം അതിനൊരു കാരണം വെളിപ്പെടുത്തലുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അതേപോലെ തന്നെ ആള് പറ്റിക്കപ്പെട്ടു. ഒരു 20 ലക്ഷം രൂപ ആള് ഒരാൾ പറ്റിക്കപ്പെട്ടു എന്ന രീതിയിലൊരു ഇന്റർവ്യൂ ഒക്കെയാണ് വന്നിരുന്നത്. ആള് പറ്റിക്കപ്പെട്ടത് ബാദുഷ എന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ്. ആൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഫിലിം ഫീൽഡിലുള്ള തന്നെയാണ്. പിന്നെ പുള്ളി ഹരീഷ് കണാറിന്റെ ഒരു മാനേജറായിട്ട് ഒരു 5-6 കൊല്ലം നിന്നിട്ടുണ്ട്. ആളുടെ പ്രോഗ്രാമും ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ബാദുഷ എന്ന് പറഞ്ഞാൽ ഡേറ്റ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ബാദുഷ എന്നൊരു വ്യക്തി തന്നെയാണ്. ആള് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ആളുടെ ഈ ഹരീഷ് കണാറിന്റെ എല്ലാ ഉറ്റ സുഹൃത്തായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം 20 ലക്ഷം രൂപ ചോദിച്ച ഉടനെ ബാങ്ക് വഴി അയച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ആൾക്ക് നല്ല പ്രൂഫും കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് കാശ് കൊടുത്തതിന് ശേഷം ഇത്രയും വർഷങ്ങളായി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുമില്ല, ഒരു മറുപടിയും ഇല്ല. അതേപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെ ഈ ഹരീഷ് കണാറിന് നല്ല രീതിക്ക് പണിയും കൊടുത്തിട്ടുണ്ട് ഈ ബാദുഷ എന്നൊരു വ്യക്തി. അത് ക്യാഷ് തിരിച്ചു ചോദിച്ചു എന്ന പേര് മാത്രമാണ്. ആ ഒരു വിദ്വേഷവും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി കൊടുത്തത്. അതിനാൽ തന്നെ കുറെ സിനിമകൾ പുള്ളിക്കാരന് നഷ്ടമാകുകയും ഈ ഫീൽഡ് ഔട്ട് ആവാനുള്ള ഒരു കാര്യം ഇതാണ് താൻ 20 ലക്ഷം രൂപ ഒരാൾക്ക് സഹായിച്ചു എന്നതിന്റെ പേരിലാണ് എന്ന് തന്നെയാണ് ആൾ പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കയ്യിരിക്കുന്ന കാശും കൊടുത്തിട്ട് പുള്ളിക്കാരന്റെ കരിയർ തന്നെ നശിച്ച ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആള് പറഞ്ഞത് വെച്ച് ശരിയാണെങ്കിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 ലക്ഷം കൊടുത്തതിന്റെയും അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ബാദുഷ എന്ന വ്യക്തിയുടെ മറുപടി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ന്യൂസിലോ ഇന്റർവ്യൂ ഒന്നും വന്നിട്ടില്ല. അതും കൂടി വരാനുണ്ട്. അതറിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും ക്യാഷ് കടം വാങ്ങാറുണ്ട്, കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് ഉള്ള സമയത്ത് ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും കൂട്ടാനായാലും ബന്ധുക്കാരായാലും അപ്പൊ നമുക്ക് ഈ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഹോസ്പിറ്റൽ കേസാകാം, പല പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ കടം കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ തിരിച്ചും കടം വാങ്ങാറുണ്ട്. ഞാനും അക്കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നമ്മൾ കാശ് കടം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാള് കാശ് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചതിനൊക്കെ മറുപടി തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കുന്ന കാശൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തരുമ്പോൾ ആ ഒരു വില നമ്മൾ ആ കാശിന് കൊടുക്കണം. അത് തിരിച്ച് കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉള്ളത്, വാങ്ങിയ എല്ലാവർക്കും ഉള്ളതാണ്. ഈ സംഭവം നടക്കുന്ന കൊറോണയ്ക്ക് മുമ്പാണ്. കൊറോണയ്ക്ക് ആള് നല്ല പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ആൾക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്നൊരു ആവശ്യത്തിന് ബാദുഷ ഇതിനൊക്കെ വിളിച്ച് ക്യാഷ് ചോദിച്ച് 20 ലക്ഷം രൂപ സഹായിക്കാമെന്ന് ചോദിച്ച് അപ്പൊ തന്നെ ആള് ബാങ്കിൽ വിളിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ക്യാഷ് വാങ്ങിയതിനു ശേഷം കൊറോണയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും ഒന്നും പ്രോഗ്രാം ഇല്ല, ഫിലിം ഷൂട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം നിർത്തി വെച്ചിരുന്നതാണ്. കൊറോണയ്ക്ക് ശേഷം വെച്ച് ഡൗൺ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞൊന്ന് ഫിലിം ഇൻഡസ്ട്രി തന്നെ പൊങ്ങി വരാൻ. അപ്പോഴത്തേക്കും ഹരീഷ് കണാറിന് നല്ലൊരു റോള് കിട്ടുകയോ അല്ലെങ്കിൽ ആ പഴയ ഒരു റോൾസ് കിട്ടുകയോ ആ പഴയ ഒരു സ്വീകാര്യത കിട്ടുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അത് പുള്ളിക്കാരൻ കരുതിയതെന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അതായിരുന്നില്ല. കൊറോണ സമയത്താണ് പുള്ളിക്കാരൻ ഈ ബാദുഷ എടുത്ത് ക്യാഷ് തിരികെ ചോദിക്കുന്നതും. അപ്പൊ തരാം എന്ന് പറഞ്ഞതല്ലാതെ വേറൊന്നും റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു പടം പുള്ളിക്കാരൻ ബാദുഷയുടെ ഒരു പടമുണ്ട്, അത് ഇറങ്ങിയതിനു ശേഷം ക്യാഷ് കിട്ടും, അപ്പൊ തിരിച്ചു തരാമെന്ന് പറഞ്ഞതല്ലാതെ
ഒരനക്കവും ഇല്ലായിരുന്നു. ആ പടം ഇറങ്ങിയതിനു ശേഷം ഒരു മറുപടിയും കിട്ടിയില്ല. അതിന് കുറെ നാൾക്ക് ശേഷം ടോവിനോ തന്നെ ഹരീഷ് കണാറിന്റെ ഒരു റോളൊക്കെ ഒരു ARMൽ ഒരു റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഡേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ വിട്ടുപോയി, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലായിരുന്നു അവരൊക്കെ അറിഞ്ഞിരുന്നത്. അങ്ങനെയാണ് ടോവിനോ ഒരു വട്ടം കണ്ടപ്പോൾ ചോദിക്കുകയും അപ്പൊ റോൾ ഉണ്ടായിരുന്നു, എന്നെ ആരും കോൺടാക്ട് ചെയ്തില്ല എന്ന് ഹരീഷ് കണാരൻ പറയുകയും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പിന്നിൽ നടക്കുന്ന ചതിക്കുഴികളെല്ലാം നമ്മുടെ ഹരീഷ് കണാരൻ മനസ്സിലാകുന്നത്. നിറയെ റോൾസ് മിസ്സാവുകയും ഇതേപോലെ ഈ ക്യാഷ് പണം കൊടുത്ത് ചോദിച്ചതിന്റെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ കുറെ റോളുകൾ ഇതേണക്ക് മിസ്സാവുകയും അങ്ങനെ എല്ലാ കഥകളും ഹരീഷ് കണാരൻ അറിഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ആളിപ്പോ അനുഭവിക്കുന്ന മാനസികമായിട്ടാണെങ്കിലും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പൊ നേരിടുന്നുണ്ടാവും. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് അപ്പൊ വേറൊരു വഴിയില്ല. അപ്പം ഓൺലൈനിൽ മീഡിയസിലൂടെയോ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെയൊക്കെ കാര്യങ്ങൾ വിവരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആൾക്ക് നല്ല പിടിപാടുള്ള ആള് തന്നെയാണ് ബാദുഷ എന്ന് പറയുന്നത്. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ കുറെ പേരുടെ ഡേറ്റ് ഒക്കെ, അതായത് നടന്മാരുടെ ഡേറ്റ് ഒക്കെ വാങ്ങി വെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും നല്ല പിടിപാടുണ്ട്. അപ്പം മിക്കവരും ഇതേപോലെ ചതിക്കുഴികളിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ മിക്കവരും ഇത് പുറത്തോട്ട് അതിനാൽ പേടിച്ചുകൊണ്ട് ഡേറ്റ് പോകുമോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവുമോ എന്ന് പേടിച്ചുകൊണ്ട് പുറത്ത് പറയാത്തതാണ്. അല്ലെ പുള്ളിക്കാരൻ അത് പുറത്തുനിന്ന് പറഞ്ഞു. അതിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു കാര്യം പുറത്തുകൊണ്ട് വന്നത് പേടിച്ചിട്ടാണ് ആരും പറയാത്തതെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തീരുമാനം, അതായത് ബാദുഷയുടെ റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ അധ്വാനിച്ച കാശാണ്, അത് തിരികെ കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം വാങ്ങിയ ആൾക്ക് തന്നെയാണ്. അപ്പൊ അത് തിരികെ കൊടുക്കുക. അതേപോലെ തന്നെ ഒരാളുടെ കരിയർ, ഒരാൾ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ആ ഹെൽപ്പ് ചെയ്ത ആളുടെ കരിയർ തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അതായത് ഒട്ടും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അത് ചെയ്തത് വളരെയധികം തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ ഇത്രയും ദ്രോഹിക്കുന്ന വ്യക്തികളെ എന്ത് വിശ്വസത്തിലാണ് ഇപ്പൊ ചാരിറ്റി ഒക്കെ നടത്തുന്നു പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാരിറ്റി ഒക്കെ നടത്തുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഇതും അതുപോലെ തന്നെ ക്യാഷ് തട്ടിക്കാൻ വേണ്ടിയാണ് ഈ ചാരിറ്റിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഈ സൊസൈറ്റിയിൽ മനുഷ്യന് തന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഒരാള് താന്നു വീണ് കിടക്കുമ്പോൾ അയാളെ കൈപിടിച്ചെടുത്തിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ കൂടെയുള്ള നമ്മൾ തന്നെയാണ് കൈപിടിച്ച് പൊക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിന് പകരം സഹായിച്ച ആളെയും കൂടി ചവിട്ടി താഴ്ത്തുന്നത് കാണുമ്പോഴത്തേക്കും ഇനിയും ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നവർക്ക് അല്ലെങ്കിൽ കടം കൊടുക്കാൻ തോന്നുന്നവർക്ക് ഇത് ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഒരു മടിയാവുമായിരിക്കും. എന്തായാലും ബാദുഷയുടെ റിപ്ലൈ, ഇതിന്റെ പിന്നിൽ ഇനി എന്തെങ്കിലും ക്യാഷിന്റെ ഈ 20 ലക്ഷത്തിന്റെ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും കേൾക്കട്ടെ. എന്തായാലും ഇപ്പം 20 ലക്ഷം രൂപ ആളുടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബാദുഷയ്ക്കുണ്ട്. അപ്പൊ എന്തായാലും കിട്ടട്ടെ, എന്ത് പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങട്ടെ. അപ്പം കടം വാങ്ങുന്നതും അതേപോലെ കൊടുക്കുന്നതും നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. അതെന്ന് പറയുന്നത് നമ്മളൊരു അപകടമായ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും ഒരാളത് ചോദിക്കുന്നത്. അപ്പൊ തിരിച്ച് അതൊക്കെ മാറുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അത് കൊടുക്കുക. അത് മാനുഷിക മൂല്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തുമൊക്കെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അത് തകരാതിരിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിരിക്കും വരുന്നേക്കും. ബൈ.